നമ്മൾ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും അതൊരു പോസ്റ്റായിട്ട് കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളിന്ന് പുറത്തിറങ്ങിയപ്പം ഇവിടെയുള്ള യൂറോപ്യൻസ് നടക്കാൻ പോകുമ്പം എല്ലാവരുടെയും പട്ടിക്കുഞ്ഞുണ്ട്. പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ വലിയ പട്ടി എല്ലാവരുടെയും കൈയുടെ അറ്റത്ത് ഒരു തൊടലുണ്ട്. ഒരു 10 പേര് നടക്കാൻ പോയാൽ അതിനകത്തൊരു 8 പേരുടെയിലും പട്ടിയുണ്ട്. അത് പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും കയ്യിലുണ്ട്. അവർ ഒരു പിള്ളേരെ പോലെയാണ് ഈ പട്ടിനെ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു, ഇവർക്ക് എന്തിനാണ് ഈ പട്ടിനെ ഇതുപോലെ കെയർ ചെയ്യുന്നത്, കുഞ്ഞു പിള്ളേരെ പോലെ നോക്കുന്നത്. ഞങ്ങളതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. പതിവ് പോലെ ഫോണും നോക്കി ഇങ്ങനെ തോണ്ടിയിരുന്നപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു പോസ്റ്റ് കിട്ടിയപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ അതിനകത്ത് കണ്ടിരിക്കുന്ന പോസ്റ്റ് ഇതാണ്: പട്ടിയെയും പൂച്ചയെയും ഒക്കെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മനുഷ്യനെ സ്നേഹിക്കുന്നത് എത്രത്തോളം വേസ്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആദ്യം ഇതൊരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇത് ഈ പോസ്റ്റിന് ഒരു വിലയും കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. ഇന്നത്തെ കാലഘട്ടത്തിൽ കറക്റ്റ്. ഞാനിങ്ങനെ ആനിമൽസിനൊന്നും വളർത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒത്തിരി വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ഇതിൽ സോഷ്യൽ മീഡിയ കണ്ട് എനിക്ക് തോന്നി, നമ്മൾ സ്നേഹം കൊടുത്താൽ തിരിച്ചതുപോലെ സ്നേഹം കിട്ടുന്നത് ഈ പട്ടിനെയായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം: പട്ടിയെയും പൂച്ചയും ഒക്കെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മനുഷ്യനെ സ്നേഹിക്കുന്നത് എത്രത്തോളം വേസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്കെന്ത് തോന്നുന്നു?